വിശാഖപട്ടണത്ത് നിന്ന് നമ്മൾ കണ്ടെടുത്ത നമ്മുടെ പോലീസ് കണ്ടെടുത്ത 13-കാരുടെ കഥ അറിയാമല്ലോ. ആ കുട്ടിയെ കഴക്കൂട്ടത്തേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ മാതാപിതാക്കൾക്കൊപ്പം പോകാൻ ഈ കുട്ടി തയ്യാറാകുന്നില്ല. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWDC ഒക്കെ തന്നെ ഈ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷവും ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്നാൽ മതി എന്നാണ് കുട്ടി പറയുന്നത്. ഇതൊക്കെ നാടകീയമായ ഒരുപാട് രംഗങ്ങൾക്ക് ഇന്ന് വേദിയായി. ഞങ്ങൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടിയെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടെങ്കിൽ 24 പ്രേക്ഷകർ അറിയിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. ഇപ്പോൾ അലക്സറ മുഹമ്മദ് ഹരിദാസിനെ പോലുള്ളവരെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും നിങ്ങൾ കൃത്യസമയത്ത് ഇടപെടുകയും ചെയ്തു. ഹരിദാസ്, അങ്ങനെയാണ് നമുക്ക് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു, 24 സംഘം രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇതാ തിരിച്ചു കൊണ്ടുവരുന്നു കേരളത്തിലേക്ക്. ഇതിൽ ശരിക്കുള്ള ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് അലക്സിനാണ്. അലക്സാണ് ഇതൊക്കെ ഇതിന്റെ ഒരു തുടക്കം അലക്സ് ആയിരുന്നു. ഓഗസ്റ്റ് 25 രാത്രിയാണ് 13-കാരിയെ വിശാഖപട്ടണത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. 26-ന് CWC കുട്ടിക്കായി പ്രത്യേക സിറ്റിംഗ് നടത്തി. മാതാവ് എപ്പോഴും ശകാരിക്കുമെന്നും അമിതമായി ജോലി ചെയ്യിക്കുമെന്നും കുട്ടിയെന്ന് CWCക്ക് മൊഴി നൽകി. മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്നും കുട്ടി അറിയിച്ചു. പിന്നാലെ 13-കാരിക്ക് ഒരാഴ്ചത്തെ കൗൺസിലിംഗ് നൽകാൻ CWC തീരുമാനിച്ചു. കൗൺസിലിംഗ് പൂർത്തിയാക്കി കുട്ടിയെ ഇന്ന് CWCയിൽ എത്തിച്ചു. മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി. പൂജപ്പുരയിലെ CWC ഓഫീസ് നാടകീയ രംഗങ്ങൾക്ക് വേദിയായി. മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് 13-കാരി ആവർത്തിച്ചു. മാതാപിതാക്കൾ നിർബന്ധിച്ചു ബഹളം കൂട്ടിയിട്ടും അവൾ വഴങ്ങിയില്ല. ഇത് കൗൺസിലിംഗ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ പറഞ്ഞു, എന്നെ വിടരുത്, എനിക്കിവിടെ നിൽക്കണം. അപ്പോൾ അവർ പ്രഷർ ചെയ്യുന്നു, കുട്ടിയെ തിരിച്ച് കൊണ്ടുപോകണം, അസമിലേക്ക് പോകണമെന്നാണ്. പക്ഷെ അവളൊട്ടും തയ്യാറായില്ല. അവൾ അവസാനം കുട്ടിയുടെ അച്ഛൻ അവളെ പിടിക്കുന്നു, കുട്ടി ഞങ്ങളെ പിടിക്കുന്നു. അങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണ് അവർക്ക് താല്പര്യം. ഇംഗ്ലീഷ് ഒരുവിധം മനസ്സിലാവും, മലയാളം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ തന്നെ തുടരണം എന്നുള്ളതാണ് കുട്ടി പറയുന്നത്. അവൾക്ക് അതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. ഇവിടെ പഠനം തുടരണം എന്നുള്ളത് തന്നെയാണ് കുട്ടിയുടെ ആഗ്രഹം. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് CWC കുട്ടിയെ മാറ്റി. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ 24-ന്റെ ഇടപെടലിനെ തുടർന്ന് 37 മണിക്കൂറിലാണ് വിശാഖപട്ടണത്ത് നിന്ന് മലയാളി സമാജം പ്രവർത്തകർ കണ്ടെത്തുന്നത്. അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. എന്തായാലും ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇതോടെ ഈ പ്രതികരണ വേദി അവസാനിക്കുന്നു. ഇനി എൻകൗണ്ടർ പ്രൈമിൻ്റെ ഊഴം ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു.